ചെയ്തല്ലേ സാറേ, കുറച്ച് ഇറച്ചിച്ചോറ് കിട്ടിയാൽ നല്ലായിരുന്നു. എത്ര മര്യാദയിലോട്ടോ ചോദിക്കണം സത്യശീല. അങ്ങനെ ചോദിക്കണോടത്തുണ്ടല്ലോ ഒരു മര്യാദ. നോക്കാം കേട്ടോ, നോക്കട്ടെ അടുത്ത. അപ്പൊ ഞാനും ബഹളം ഉണ്ടാക്കണം. ഇല്ല ഇല്ല, ഇറച്ചിച്ചോറ് തരാന്ന് പറഞ്ഞല്ലോ. എന്താണ് അതെ, ഒരു കാര്യണ്ട്. യൂട്യൂബ് ചാനലുകാർ വരുമ്പോ സത്യശീലനെ ആ പരിസരത്ത് കാണരുത്. അയാള് വലിയ പ്രശ്നം, സഹിക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ട്. ഞാനത് എങ്ങനെയെങ്കിലും അല്ലാതെ ഞാൻ നോക്കിയോളാം, എന്താ ഇവിടെ ചെയ്യാം. അത് നിങ്ങളും കൂടി അതിനൊപ്പം നിൽക്കണം. പ്യാരിനോടും ഒന്ന് പറയാം. പ്യാരി പോയോ? കാശിന്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടില്ല. അതെ, ഇതെന്താ അവിടെ വന്ന് നിൽക്കണേ? ചെറുപ്പക്കാരൊന്നല്ല, മഞ്ഞ് വീണ സമയമാണ്. അവിടെ അകത്ത് കയറിയിരിക്കേ. ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഫിഷ് ടി വി യൂട്യൂബ് ചാനലിന്റെ കാരുണ്യഹൃദയം പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ പുതിയ ഒരു എപ്പിസോഡിലേക്ക് നമ്മൾ കിടക്കുകയാണ്. ഇന്ന് നമ്മൾ ഇവിടെ നിൽക്കുന്നത് സൗഹൃദം അഗതി മന്ദിരത്തിലാണ്. ഒരുപാട് പേര് സമൂഹത്തിന് ആർക്കും വേണ്ടാതെ വെറുക്കപ്പെട്ട, ഒറ്റപ്പെട്ടു പോയ, നിരാലംബരായിട്ടുള്ള ഒരുപാട് അഗതികൾ നമ്മുടെ ഈ മന്ദിരത്തിലുണ്ട്. ഒരുപക്ഷെ ദൈവത്തിൻ്റെ കൈ പൊതിച്ച വലിയൊരു മനുഷ്യനാണ് ശീതളൻ. ഇദ്ദേഹമാണ് ഇതിൻ്റെ എല്ലാം നടത്തിപ്പ്, ഒരു ജീവിതം. അതെ, ഇവരാണ് ഇതിൻ്റെ എല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്നത്. സത്യം പറഞ്ഞ ഒരു ജീവിതം തന്നെ ഈ പാവപ്പെട്ടവർക്ക് വേണ്ടി ഒഴിഞ്ഞു വെച്ച വലിയൊരു മനസ്സാണ് നിങ്ങളുടെ. ഒരുപാട് നന്ദിയുണ്ട് ഇവരെയൊക്കെ നോക്കാൻ കാണിക്കുന്ന വലിയ മനസ്സിന്. ഇപ്പൊ എങ്ങനെയാണ് ഇവിടുത്തെ പ്രവർത്തനങ്ങളും കാര്യങ്ങളും ഒക്കെ? ഇവിടെ ഇപ്പോ ഞാനത് പറയുന്നത് ശരിയല്ലല്ലോ. ഇവിടെ ഒരുപാട് നാളായിട്ട് നിൽക്കുന്ന അന്തേവാസികളാണ് ഇവരൊക്കെ. ഇതപ്പോ നമ്മുടെ മന്മഥൻ, സുഖതൻ, ഇവരൊക്കെ ഒരുപാട് നാളായിട്ട് ഇവിടെ ഉള്ളവരാ. അവരോട് തന്നെ നേരിട്ട് ചോദിച്ചോളൂ. തീർച്ചയായും എത്ര നന്ദി പറഞ്ഞാലും തീരില്ല. കാരണം ഒരു ജന്മം തന്നെ ഈ പാവപ്പെട്ട വൃദ്ധന്മാർക്ക് വേണ്ടി സമർപ്പിച്ച നിങ്ങളോട് ഒരുപാട് അങ്ങനെ പറയരുത്. കാരണം ഞങ്ങൾ ഇവർ അന്തേവാസികളായിട്ടല്ല കണ്ടിട്ടുള്ളത്. ഞങ്ങളുടെയൊക്കെ മാതാപിതാക്കളായിട്ട് തന്നെയാണ് അവരെ നമ്മൾ പരിപാലിച്ചു പോരുന്നത്. ഇഷ്ടമുള്ള ഭക്ഷണം, ഇഷ്ടമുള്ളത് എന്തും നമ്മൾ ചെയ്തു കൊടുക്കും. ദൈവത്തിന്റെ പ്രതിപുരുഷന്മാരായിട്ടാണ് എനിക്ക് ഇവരെ തോന്നുന്നത്. അത്രയേറെ സ്നേഹത്തോടെ, കരുതലോടെയാണ് എന്റെ അമ്മ പറയുന്നത്. അമ്മ അല്ല, സാറ് പറഞ്ഞ പോലെ നമ്മളോട് ചോദിക്കണേക്കാളായിട്ട് നല്ലത് ഇവരോട് തന്നെ ചോദിക്കുന്നതാ. അതെ, തീർച്ചയായിട്ടും നമുക്ക് അത്രയ്ക്ക് കോൺഫിഡന്റ് ആണ്. ഇവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യുക, ഇവർക്ക് വേണ്ട കരുതൽ നൽകുക, മരുന്ന്, ഭക്ഷണം, ഇതിനു വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്ന നമ്മുടെ സന്തോഷമാണോ? നല്ല സന്തോഷമുണ്ട് ഇവിടെ. ഹാപ്പിയാണ്. പിന്നെ എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ? ഇവിടുത്തെ വിശേഷം എന്താ പറഞ്ഞാ, ഈ ശീതള സാറിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. അല്ല, എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ സ്നേഹമാണ്. എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര സ്നേഹമാണ്. ശീതള സാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ അച്ഛനെ പോലെയാണ്, എൻ്റെ അമ്മയെ പോലെയാണ്, എൻ്റെ മോനെ പോലെയാണ്, എൻ്റെ കൂടപ്പറപ്പിനെ പോലെയാണ്, എൻ്റെ എല്ലാമാണ്. നമുക്ക് നല്ലപോലെ ഭക്ഷണം എല്ലാം തരും. ഇറച്ചിയും ചോറും ആഴ്ചയിൽ 3 ദിവസം തരാറുണ്ട്. ഉണ്ട്. ഇനി അടുത്ത് എനിക്കൊരു ജന്മം ഉണ്ടെങ്കിൽ ശീതളൻ സാറിന്റെ ഈ സ്ഥാപനത്തിൽ തന്നെ ജനിക്കണമെന്നുള്ളതാണ്. അച്ഛന്റെ പേരെന്താ? സുഗതൻ. എന്തൊക്കെയുണ്ട് ഇവിടുത്തെ വിശേഷങ്ങള്? ഇവിടുത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശേഷങ്ങളുണ്ടല്ലോ ഇവിടെ. ഇവിടെ ഞങ്ങൾ കുറെ ആർക്കും വേണ്ടാത്ത ആൾക്കാരൊക്കെ താമസിക്കുന്ന സ്ഥലം. മന്മഥൻ പറഞ്ഞ പോലെ ഭക്ഷണം, താമസം. എന്റെ മക്കളെനിക്ക് ഭക്ഷണം തരാറില്ല, എന്റെ വീട്ടില് കിടത്താറില്ല, പട്ടിക്കൂട്ടിലാണ് കിടത്തിയിരുന്നത്. എനിക്ക് ഇവിടെ ഇപ്പോ ഞാനിവിടെ കിടക്കണ കാര്യം പറയുകയാണെങ്കിൽ നല്ല കാറ്റും വെളിച്ചൊക്കെ ആയിട്ട് ഒരു മേലെ കിടക്കാണ് ഞങ്ങളിവിടെ. സ്വർഗത്തിലാണല്ലേ? സ്വർഗം അപ്പുറത്തിരിക്കും. ഇവിടെ വന്നേ പിന്നെയാണ് ഒരുമ എന്താന്ന് ഞങ്ങള് പഠിച്ച. ഒരുമ ഉണ്ടെങ്കിൽ ഒലക്കമേലും കിടക്കാം, ഒരു കട്ടിലും കിടക്കാം. സന്തോഷം. ഈ അഗതി മന്ദിരത്തെ കുറിച്ച് പറയുമ്പോൾ ഇവരുടെ കണ്ണ് നിറയാണ്. അത്രയേറെ സൗഹൃദവും കരുതലും സ്നേഹവും എല്ലാം കിട്ടുന്ന ഒരു സ്ഥലമാണ്. ഇനിയിപ്പോ ഒരുപാട് പേരുണ്ട്, അവരുടെ എല്ലാ വിശേഷങ്ങളും ചോദിക്കാം. ആ പുള്ളിനോട് ചോദിക്കും, പുള്ളി നന്നായിട്ട് പറയും. പാട്ടൊക്കെ പാടും. എന്താ പേര്? ഷിഹാബി. അപ്പച്ചിക്ക് സുഖമല്ലേ? ഇവിടെ ഭക്ഷണത്തിന് ഭക്ഷണം, മരുന്നിന് മരുന്ന്. ഇന്നലെ തന്നെ എനിക്ക് സുഖമില്ല എന്നിട്ട് ഡോക്ടറെ ഇങ്ങോട്ട് വരുത്തി ചികിത്സിപ്പിച്ചു. ഇവിടെ ഉള്ളതല്ലോ, ശീതളൻ സാറിന്റെ കൂടെ വന്നല്ലേ? അതെ, ശീതളൻ സാറിനെ കുറിച്ച് നല്ലത് പറയാനായിട്ട് പൈസ കൊടുത്ത് കൊണ്ടുവന്നതാണ്. ഇവിടെ ഒരു സ്റ്റാർ ഹോട്ടൽ പോലെ, ഒരു സ്റ്റാർ ഹോട്ടലിൽ കഴിയുന്ന പോലെ.
ഇപ്പൊ ഞാന് മക്കൾ ഇനി വിളിച്ചാൽ അങ്ങോട്ട് പോകുന്നു. ഇവിടെ തന്നെയാണ്. അത്ര ഇഷ്ടമായി. ഓ, സ്വന്തം മക്കൾ വിളിച്ചാൽ പോലും പോകില്ല, ഇവിടെ തന്നെ നിൽക്കുമെന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ കരുതൽ എത്രത്തോളം വലുതാണ്. ആ നന്മ മരമാണ് ഇവര്. അതെ, ഇവരെല്ലാവരും നമ്മ തുടങ്ങണ അഗതി മന്ദിരത്തിലോട്ട് ചൂണ്ടണം. അതിന്റെ ചുമതല നിനക്കാണ്. ചിരിച്ചു നിന്നു. അല്ലേ, ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരു സത്യശീല ഉണ്ടായിരുന്നു. സത്യശീല കാണല്ലേ ശീതള സാറേ? സത്യശീലനെ പെട്ടെന്ന് ആള് ശരിയല്ലാത്ത അല്ല, ആൾക്ക് സുഖമില്ലാത്ത കാരണേ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ഒന്നുമില്ല, വയറുവേദന, ചെറിയൊരു വയറുവേദന ആയിട്ടേ. ഒരു ട്രിപ്പ് ഇട്ടിട്ടുള്ള വൈകിട്ട്. അതെ അതെ അതെ. അപ്പൊ നമുക്ക് എന്നാലേ പുറത്ത് കുറച്ചൊക്കെ ഒന്ന് പകർത്തേണ്ട ആവശ്യമുണ്ട്. തീർച്ചയായിട്ടും നമുക്ക് ഇതിന്റെ ചുറ്റുപാട് ഈ സൗഹൃദം അഗതി മന്ദിരത്തിന്റെ പുറം കാഴ്ചകളിലേക്ക് എല്ലാവരും പോയി കിടന്നോളൂ കേട്ടോ. നമുക്ക് കിടക്കാം. പായസം കൊടുക്കും. പായസം കൊടുക്കും കേട്ടോ. തരും തരും കേട്ടോ. പായസം കൊടുത്തോ. പ്യാരി പ്യാരി ബൈ ബൈ. അടപ്പായസാണ്. എല്ലാം തരാം. എല്ലാം അങ്ങോട്ട് കയറി. ഇതിന്റെ അകത്താ അകത്തകത്താ വാ. ഇത് പായസത്തിനോട് പഴം ഉണ്ടാവുമല്ലേ? എല്ലാം തരാം, എല്ലാം പഴം തരാം. ഉണ്ടാവണേ. എല്ലാരും കയറി. എല്ലാരും കേറി. നീയല്ലേ പറഞ്ഞു സമൂസന്ന്? ഇല്ല പപ്സ് എന്ന് പറഞ്ഞ പപ്സ്. പപ്സ് എന്ന് പറഞ്ഞപ്പോ പായസായോ? പപ്സ് മുട്ട പപ്സ്. അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്ന വലിയ കാര്യമാണ്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരാൾക്കും ഒരു അസംതൃപ്തി ഇല്ല. എല്ലാവരും ഇഷ്ടം അനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്തോളാം സാർ ചെയ്തു. എല്ലാം അറിയാൻ എല്ലാം ഭംഗിയായിട്ട് പോവാ, അത്രേ ഉള്ളൂ. നമ്മളെ കൊണ്ട് പറ്റാവുന്ന അത്രേ. പിന്നെ കുറെ പേര് സഹായിക്കുന്നവരുണ്ട്. ഇപ്പോ നിങ്ങളിപ്പോ ഈ ചാനലൊക്കെ ആയിട്ട് വരുമ്പോ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നതാണ് ഒരുപാട് പേര് ഇതൊക്കെ കാണുമല്ലോ. അല്ല, എല്ലാരും സംതൃപ്തിപ്പെടുത്തിക്കൊണ്ട് പോകാന്നുള്ള എല്ലാവരുടെ മഹാമനസ്കരുടെ സംഭാവന കൊണ്ടാണ് ഇത് ഇത്രയും വൃത്തിയായിട്ട് നിലനിൽക്കുന്നത്. ഇത് ലോകം മുഴുവൻ അറിയണം. ഇവിടുത്തെ ഈ ചാരിറ്റി പ്രവർത്തനങ്ങൾ ലോകം മുഴുവൻ അറിയാന്നുള്ളതാണ്. ഒരു മിനിറ്റ് നിറച്ചു കുറ്റിട്ടില്ലേ? അകത്തുനിന്ന് കുറ്റിയിട്ട് അടച്ചതാണ്. കുറ്റി അകത്തല്ലേ ഇരിക്കണത്? ഇതൊരു തട്ടിപ്പ് കേന്ദ്രം. അമ്മ ഗുളിക കൊടുത്തില്ലേ? സുഖമില്ലാത്ത ആളാണ്. അതെ അതെ, ചികിത്സ ഇല്ല ഇവിടെ, ഒന്നുമില്ല. ഇവിടെ നരകാണ്, നരകം. ഇവര് പറഞ്ഞത് മുഴുവൻ നുണയായിരിക്കും. ഇത്തിരി പ്രശ്നമുള്ള ഒരാളാണ്. അതെ, മരുന്ന് കഴിച്ചില്ലേ? മരുന്ന് കഴിച്ചില്ലേ? എന്ത് മരുന്നാ ഇതേ? ചേട്ടാ, ഷോക്ക് കൊടുക്കണത് മരുന്നിന്റെ തട്ടിപ്പാണ്. ഒന്നുമില്ല, തനിക്കൊന്നുമില്ല, ഒന്നുമില്ല. പോയി കിടന്നോളൂ. അല്ല, അതെന്താ ഭാഷ? അവര് പ്രശ്നങ്ങൾ ഉണ്ടാക്കുവേ. അപ്പൊ ഈ റൂമില് അങ്ങനെ ഇരിച്ചേക്ക. ആരെങ്കിലും വന്ന അപ്പൊ കഴുത്തിന് കയറി പിടിക്കാണ്. ഞാൻ അവിടെ കാണിച്ചു തരാം. അപ്പുറത്തെ ആൾക്കാരുടെ വരും ഇങ്ങോട്ട് വന്നോളൂ. ഞാൻ ആവശ്യത്തിന് പറഞ്ഞു. അതെ സാർമാരെ പോയാ സാർമാരെ മറിമായം